അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂൺ 25, 2024 ഉത്തരാഖണ്ഡിലെ ഡെഹ്റാഡൂണിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ ബോറവാല ഏരിയയിൽ നിന്നും പട്ടേൽ നഗർ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു കോള് വരികയാണ്. അവിടെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കിടക്കുന്നുണ്ടെന്നുള്ളൊരു കോളായിരുന്നു അത്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15-16 വയസ്സ് പ്രായം തോന്നുന്ന ഒരു പെൺകുട്ടിയുടെ ബോഡി ആയിരുന്നു. ഇത് കേട്ട് പോലീസുകാർ ഉടനെ തന്നെ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. അത് വലിയൊരു ഏരിയ ആയിരുന്നു. ആ ഏരിയയിൽ കംപ്ലീറ്റ് ഡെഹ്റാഡൂണിൽ നിന്നും മറ്റൊക്കെയുള്ള വേസ്റ്റുകളെല്ലാം തന്നെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ പോലീസിനെ വിളിച്ചത് അവിടെ കുപ്പ പറക്കുന്ന തൊഴിലാളികളായിരുന്നു. പോലീസുകാർ അവിടെ എത്തിയപ്പോൾ അവർ പോലീസിനെ വഴി കാണിക്കുകയാണ് ആ ഒരു ബോഡി കണ്ടെത്തിയ സ്ഥലത്തോട്ട്. അപ്പോഴത്തേനും അവിടെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കുപ്പ പറക്കാൻ വന്ന ആളുകളാണ് ആ ഒരു ബോഡി കണ്ടത്. അങ്ങനെ അവർ തന്നെയാണ് പോലീസിനെയും വിവരം അറിയിച്ചിട്ടുണ്ടായത്. ആ ഒരു ഏരിയയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാടധികം വേസ്റ്റുകളും മറ്റോ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഒരു ഏരിയ ആണത്. പോലീസുകാർ ചെന്ന് നോക്കുമ്പോൾ ഒരു 15-16 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ ബോഡി ചെറുതായിട്ട് അഴുകി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോഴത്തേനും ഫോറൻസിക് ടീമും സ്ഥലത്തെത്തി അന്വേഷണം തുടരുകയായിരുന്നു. അപ്പോൾ ഈ ഒരു പെൺകുട്ടി ആരാണ്, എന്താണ് തുടങ്ങിയിട്ടുള്ള യാതൊരു ഐഡിയയും പോലീസിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഏരിയ കൂടുതലായിട്ട് അരിച്ചു പറക്കാനായിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ വല്ല ബിലോങ്ങിങ്സോ മറ്റോ ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എന്താ പറയുക സാധിക്കുമല്ലോ എന്നൊരു പെർസ്പെക്റ്റീവിൽ പോലീസുകാർ ആ ഒരു ഏരിയ മുഴുവൻ അരിച്ചു പറക്കുകയാണ്. എന്നാൽ പോലീസിനെ കാത്തിരുന്നത് അതിലും ഞെട്ടിക്കുന്ന ഒരുപാടധികം കാര്യങ്ങളായിരുന്നു. അപ്പോൾ ആരാണ് ആ പെൺകുട്ടി, എന്താണ് ആ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചത്, പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസ് ടീം ആ ഒരു വേസ്റ്റ് ഡംപ് യാർഡ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അരിച്ചു പിറക്കുകയാണ്. അപ്പോഴാണ് അവർ മറ്റൊരു കാര്യം കൂടെ കണ്ടെത്തുന്നത്. അതായത് അവിടെ നിന്ന് കുറച്ചധികം മാറിയിട്ട് വേറെ ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടുകയാണ്. ആ ഒരു കുഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു കുട്ടിയായിരുന്നു. ഒരു 7-8 മാസം മാത്രം പ്രായം വരുന്ന ഒരു പെൺകുഞ്ഞിൻ്റെ മൃതദേഹമായിരുന്നു പോലീസുകാർ കണ്ടെത്തിയത്. ഇതുകൂടായപ്പോൾ ആകെപ്പാടെ പ്രശ്നം ഗുരുതരായി. ആ ഒരു ഏരിയ കംപ്ലീറ്റ് കോർണർ ഓഫ് ചെയ്തിട്ട് പോലീസുകാർ ഇനിയും ബോഡികളോ മറ്റോ ഉണ്ടോ എന്നുള്ളൊരു രീതിയിൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് അരിച്ചു പറക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ അവർ എന്താ പറയുക, ആ ഒരു ഏരിയ ഒരുപാടധികം ഇങ്ങനെ കുഴിച്ചും അങ്ങനെ പല സ്ഥലത്തൊക്കെ നോക്കിയപ്പോൾ അവർക്ക് മറ്റൊരു ബോഡി കൂടി ലഭിക്കുകയുണ്ടായി. ആ ഒരു ബോഡി ഏകദേശം ഒരു 35-40 ഇടയിൽ പ്രായം വരുന്ന ഒരു സ്ത്രീയുടേതായിരുന്നു. ഇതുകൂടെ ആയപ്പോൾ ഇനിയും വല്ല ബോഡിയോ മറ്റോ അതിൻ്റെ ഉള്ളിലുണ്ടോ എന്നുള്ള രീതിയിൽ പോലീസുകാർ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആ 3 ബോഡിയും ആരുടേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങളും മറ്റും തുടർന്നുകൊണ്ടേയിരുന്നു. അതുപോലെ ഈ 3 പേരുടെയിൽ ആരെങ്കിലും ബിലോങ്ങിങ്സോ മറ്റോ എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടുമോ എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള സെർച്ചും കാര്യങ്ങളും അതിൻ്റെ ഇടയിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സെർച്ച് ചെയ്ത് പോകുമ്പോഴാണ് അവർക്കൊരു ബാഗ് കിട്ടുന്നത്. ആ ഒരു ബാഗിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീയുടെ ഡ്രസ്സ്, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ സാധനങ്ങൾ, പാൽക്കുപ്പി, അതേപോലുള്ള സംഭവങ്ങൾ, അതേപോലെ തന്നെ ഒരു 10-15 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ പോലീസിന് ലഭിക്കുകയാണ്. ആ ബാഗ് കൂടുതലായിട്ട് പരിശോധിച്ചപ്പോൾ പോലീസിന് 2 ബസ് ടിക്കറ്റ് കിട്ടി. നെഹ്താറിൽ നിന്നും ഡെഹ്റാഡൂണിലോട്ടുള്ള ബസ് ടിക്കറ്റ്സ് ആയിരുന്നു അത്. അതായത് ഒരു ഫുൾ ടിക്കറ്റും ഒരു ഹാഫ് ടിക്കറ്റും ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസിന് അവർ നെഹ്താറിൽ നിന്ന് ഡെഹ്റാഡൂണിലോട്ട് 3 ദിവസങ്ങൾക്ക് മുൻപ് ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുകയാണ്. അതായത് 3 ദിവസം മുന്നത്തെ ടിക്കറ്റ് ആയിരുന്നു പോലീസിന് ലഭിച്ചത്. അങ്ങനെ പോലീസുകാർ ഒരു സ്ത്രീയെയും 2 കുട്ടികളെയും കാണാതായിട്ടുള്ള വല്ല മിസ്സിംഗ് കംപ്ലയിൻറ്റ്സ് ഡെഹ്റാഡൂൺ ഏരിയയിൽ എങ്ങാനും ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നോക്കുകയാണ്. എന്നാൽ ആ ഒരു ഏരിയയിൽ ഒന്നും തന്നെ അത്തരത്തിലുള്ള കേസും മറ്റൊന്നും ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കൂടുതലായിട്ട് ഈ ഒരു കേസിനെ കുറിച്ചിട്ട് അന്വേഷിക്കാനായിട്ട് നെഹ്താറിലോട്ട് ഒരു പോലീസ് ടീം പോവുകയാണ്. അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ സ്റ്റേഷനുകളിലോട്ടും ഇത്തരത്തിലുള്ള അലേർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ബിജ്നോറുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ളൊരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സ്ത്രീയെയും 2 കുട്ടികളെയും കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു അത്. അപ്പോൾ പോലീസ് ടീം നേരെ അവിടോട്ടെത്തി അവിടെയുള്ള ഫോട്ടോസും മറ്റുമൊക്കെ നോക്കുമ്പോൾ ഈ കാണാതായവരും അതുപോലെ തന്നെ കൊല്ലപ്പെട്ടവരും ഏകദേശം ഒന്നാണെന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ അവരുടെ വീട്ടിലോട്ട് പോലീസുകാർ, അതായത് ആ അഡ്രസ്സിലോട്ട് പോയി നോക്കുമ്പോൾ ആ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതായത് ആ 3 പേരും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾമോസ്റ്റ് അവർ തന്നെയാണ് ഇവർ എന്നുള്ളൊരു കാര്യം പോലീസുകാർ കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ 38 വയസ്സുള്ള രേഷ്മ എന്ന് പറയുന്ന സ്ത്രീയെയും അവരുടെ 2 പെൺമക്കളെയുമാണ് കാണാതായിട്ടുണ്ടായിരുന്നത്. അതായത് 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും അതുപോലെ തന്നെ 8 മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെയും. ലാസ്റ്റ് പോലീസുകാർ ഇത് അവർ തന്നെയാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. അടുത്തതായിട്ട് ഇവരെന്തിനാണ് ഡെഹ്റാഡൂണിലോട്ട് വന്നത്, ആരെ കാണാനാണ് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അപ്പോൾ നെഹ്താർ ആ ഒരു ഡെഹ്റാഡൂൺ ഏരിയ റൂട്ടിലുള്ള ഗവൺമെൻറ് ബസ്സുകളിലെ കണ്ടക്ടേഴ്സിനെ എല്ലാവരെയും ഇതേപോലെ തന്നെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാണ് ആ ഒരു ടൈമിൽ ഓടിയിരുന്ന ബസ്സിലുണ്ടായിരുന്ന ആളുകളെ. അപ്പോൾ ഒരു കണ്ടക്ടർ ഇവരുടെ അടുത്ത് പറയാണ്,
ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പെണ്ണും അതേപോലെ തന്നെ ഒരു 10-15 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടിയും പിന്നെ ഒരു കൈക്കുഞ്ഞുമായിട്ട് ആ ഒരു സ്ത്രീ ഡെഹ്റാഡൂണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ടിംബർലി ഫർണിച്ചർ ഫാക്ടറിയുടെ ആ ഒരു ഭാഗത്താണ് അവർ ഇറങ്ങിയത്. എനിക്ക് ഓർമ്മയുണ്ടെന്നുള്ളത് ഒരു ബസ് കണ്ടക്ടർ പറയാണ്. അപ്പോൾ പോലീസുകാർ നേരെ തന്നെ ആ ഒരു ടിംബർലി ഫർണിച്ചർ ഫാക്ടറിയുടെ അടുത്തോട്ട് പോയി. അവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ സിറ്റിയിൽ നിന്നും കുറച്ച് ഔട്ടറിലോട്ട് മാറിയിട്ടാണ് ആ ഒരു ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. അവിടെ വന്നിറങ്ങുന്ന ആളുകൾ എന്താ പറയുക, മെജോറിറ്റി ആളുകളും ആ ഒരു ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകളാണ് ആ ഒരു ഏരിയയിലോട്ട് വരാറുള്ളത് പൊതുവേ. അതായത് ആ ഒരു ഏരിയ പരിചയമില്ലാത്ത ആളുകൾ അവിടെ ഇറങ്ങാനുള്ള യാതൊരു സാധ്യതയില്ല. അപ്പോൾ അടുത്തതായിട്ട് പോലീസുകാർ നേരെ പോയത് ആ ഒരു ടിംബർലി ഫർണിച്ചർ ഫാക്ടറിയിലായിരുന്നു. അതിനുശേഷം അവിടെയുള്ള എല്ലാ ആളുകളെയും ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് ഇവരുടെ 3 പേരുടെയും ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഓരോരുത്തരോടായിട്ട് ഇവരെ അറിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയ്ക്ക് ഹസീൻ എന്ന് പറയുന്ന ഒരു 36 വയസ്സുള്ള ഒരാൾ വരികയാണ്. അയാൾ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എന്തോ പരുങ്ങുന്നത് പോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഓഫീസർക്ക് തോന്നുകയാണ്. അപ്പോൾ കോൺസ്റ്റബിൾ ചോദിച്ചു ഇവരറിയോ എന്നുള്ളത്. ഇയാൾ ഉടനെ തന്നെ പറഞ്ഞു ഇല്ല, എനിക്കറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഇയാളുടെ ഈ പരിങ്ങലും കാര്യങ്ങളും ഈ കോൺസ്റ്റബിളിൻ്റെ ചോദ്യം ചെയ്യലെല്ലാം തന്നെ SI ഇങ്ങനെ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ SI ആളെ വിളിപ്പിച്ചു. എന്നിട്ട് ആളോട് പറഞ്ഞു ഇവർ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നാണല്ലോ ബാക്കിയുള്ള ആളുകൾ പറയുന്നത്, അപ്പോൾ എന്താണ് നീ ഇവരറിയില്ല എന്ന് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ ചെറുതായിട്ട് മാറ്റി പറയാനായിട്ട് തുടങ്ങി. എനിക്കിവരെ അറിയാം, വലിയ ബന്ധമൊന്നുമില്ല, എന്നെ കാണാനൊന്നുമല്ല അവർ വന്നിട്ടുണ്ടായിരുന്നത്, അങ്ങനെ പറയാനായിട്ട് തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ പോലീസിന് ഇയാളും ആ ഒരു കൊലപാതകവും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്നുള്ളത് മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ അയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കസ്റ്റഡിയിലെടുത്ത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഒരുപാടധികം കാര്യങ്ങൾ പുറത്തു വരുന്നത്. അയാൾ സമ്മതിക്കുകയാണ് അയാളാണ് ഈ 3 കൊലപാതകങ്ങളും ചെയ്തതെന്ന്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു എന്തിനാണ് നീ ഇത് ചെയ്തതെന്ന്. അപ്പോൾ ഹസീൻ പറഞ്ഞൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ടോർച്ചർ എനിക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തതെന്നാണ്. ഈ ഒരു ഹസീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഓൾറെഡി കല്യാണമൊക്കെ കഴിച്ച് വൈഫും കുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു രേഷ്മയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡിവോഴ്സ് ആയിരുന്നു. അപ്പോൾ അവർക്കും 2 കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഹസീൻ്റെ ഫാമിലി നാട്ടിലാണ്, അതായത് നാട്ടിലെ ഒരു വില്ലേജിലാണ്. അപ്പോൾ ഇയാളിവിടെ ആ ഒരു ഫാക്ടറിയിൽ ജോലി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്ന ഒരാളാണ്. അവിടെ ചെറിയൊരു വീട് റെൻറ്റിനെടുത്തായിരുന്നു ആൾ താമസിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു രേഷ്മയെ അയാൾ ഓൺലൈൻ ത്രൂ പരിചയപ്പെടുന്നത്. അങ്ങനെ അവർ പതുക്കെ ചാറ്റ് ചെയ്തു, അവർ നല്ല ഫ്രണ്ട്സായി. പിന്നീട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേറൊരു തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് മാറുകയായിരുന്നു. അതായത് അവർക്കിടയിൽ പ്രണയം ഉടലെടുക്കുകയാണ്. പിന്നീട് രേഷ്മ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഡെഹ്റാഡൂണിലോട്ട് വരാനായിട്ട് തുടങ്ങി. മിക്കപ്പോഴും കുട്ടികളെയും കൊണ്ടായിരുന്നു വന്നിരുന്നത്. അങ്ങനെ ഇവരുടെ റിലേഷൻഷിപ്പ് ഏകദേശം 1.5-2 വർഷത്തോളം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായതെന്നാണ് ഈ ഒരു ഹസീൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അതായത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തൻ്റെ സ്വന്തം ഭാര്യനെയും കുഞ്ഞിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ ഒരു രേഷ്മനെ വിവാഹം കഴിക്കാനായിട്ട് രേഷ്മ നിർബന്ധിക്കുകയായിരുന്നു. ഹസീനാണെന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കല്യാണത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ തന്നെ ടോർച്ചർ ചെയ്യായിരുന്നു. അത് പോരാത്തതിന് ഒരുപാടധികം പൈസ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങാറുണ്ടായിരുന്നു എന്നുള്ളത് കൂടി ഇയാൾ പറയാണ്. അതായത് ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് സ്കൂളിൽ ചേർത്തണം, അങ്ങനെ ഇങ്ങനെ സ്കൂളിലേക്ക് അതുണ്ട്, എനിക്ക് തന്നെ ചിലവുണ്ട്, അതുണ്ട് ഇതുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാടധികം പൈസ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല സമയത്തും അയാൾ ഇങ്ങനെ പൈസ കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഡിമാൻഡും കാര്യങ്ങളൊക്കെ കൂടി വരികയാണ്. അപ്പോൾ ആൾക്കാളുടെ ഓൾറെഡി ഒരു ഫാമിലി ഉണ്ട്, പിന്നെ ഇങ്ങോട്ടും കൊടുക്കണം. അങ്ങനെയൊക്കെ വന്നപ്പോൾ ആൾക്കും ഒരുപാടധികം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ഇതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നുള്ളൊരു മൈൻഡിലോട്ട് വരെ ആളെത്തുകയാണ്. ഹസീൻ പറഞ്ഞത് അവർ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്, അപ്പോൾ നമുക്കൊരു കമ്പനി ആവുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിന്നത്. എന്നാൽ അത് ആൾക്ക് തന്നെ വലിയൊരു പാരയാവും എന്നുള്ളത് ആൾ ആ ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഒരു സമയത്ത് ഇയാൾക്ക് പറ്റാതായപ്പോൾ അയാൾ തന്നെ പറഞ്ഞു നമുക്ക് ഈ ഒരു ബന്ധം ഇവിടെ വെച്ച് നിർത്താം, ഇനി എന്നെ കൊണ്ട് പറ്റൂല, അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ആ ഒരു സ്ത്രീ അതിന് തയ്യാറായിരുന്നില്ല. അതിനുശേഷം പിന്നീട് ഈ സ്ത്രീ നേരെ ഡെഹ്റാഡൂണിലോട്ട് വണ്ടി പിടിച്ച് വരും. നേരെ ആ ഒരു എന്താ പറയുക ഫാക്ടറിയുടെ മുന്നിൽ വെയിറ്റ് ചെയ്യുന്ന കാര്യം പതിവായിരുന്നു. അതായത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ആൾ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, ചോദിച്ച പൈസ അയച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നേരെ അവിടെ നിന്ന് വണ്ടി പിടിച്ച് ഇങ്ങോട്ട് വരുമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് കുട്ടികളെയും കൊണ്ട് ആ ഫാക്ടറിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് തന്നെ നാണം കെടുത്താറായിരുന്നു എന്നുള്ളതാണ് അയാൾ പറഞ്ഞത്. അതേപോലെ തന്നെയായിരുന്നു ആ ഒരു കഴിഞ്ഞ ആഴ്ചയും ആ സ്ത്രീയും കുട്ടികളും വന്നത്.
വന്ന വഴിക്ക് അവർ എന്താ പറയുക ഒരു ഫാക്ടറിയുടെ അവിടെ ഇറങ്ങി, അതേപോലെ തന്നെ ഇയാളെ വെയിറ്റ് ചെയ്ത് നിന്നു. ഇയാളാണെന്നുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആ ഒരു ടൈമിലാണ് ഇവരെ കാണുന്നത്. ഇവരെ കണ്ട ആ ഒരു സമയത്ത് തന്നെ ഇവർ തമ്മിൽ അടി ഉണ്ടാവുകയാണ്. എന്താണ് ഫോൺ എടുക്കാത്ത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പ്രശ്നം ഉണ്ടാവുകയാണ്. അങ്ങനെ എന്താ പറയുക ആൾ അവിടെ നിന്ന് അവരെ സമാധാനിപ്പിച്ച് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയി. വീട്ടിൽ വെച്ചിട്ടും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും ആ ഒരു പരിപാടിയൊക്കെ ആളെ ഏകദേശമൊക്കെ ഒന്ന് സോൾവ് ആക്കിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഉറങ്ങാൻ കിടന്നു. എല്ലാവരും ഉറങ്ങി. എന്നാൽ ഹസീൻ മാത്രം ഉറങ്ങിയില്ല. ആൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു തലവേദന എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള ഒരേ ഒരു ചിന്തയായിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്ത്രീയെ കൊന്നുകളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമൊക്കെ മാറുമല്ലോ എന്നുള്ളൊരു ചിന്ത ആളുടെ ഉള്ളിൽ വരികയാണ്. ആ ഒരു ടൈമിൽ ആൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കിടന്നിരുന്ന ആ ഒരു തലയണ എടുത്തിട്ട് നേരെ ഈ ഒരു രേഷ്മയുടെ മുഖത്ത് വെച്ച് അമർത്തുമായിരുന്നു. അങ്ങനെ ആ ഒരു തലയണ അമർത്തി ശ്വാസം മുട്ടിച്ചായിരുന്നു ആ ഒരു സ്ത്രീയെ അയാൾ കൊലപ്പെടുത്തിയത്. അപ്പോൾ തലയണ മുഖത്ത് വെച്ച് അമർത്തി കൊന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഒച്ചയും കാര്യങ്ങളും ഒന്നും തന്നെ പുറത്തോട്ട് വന്നില്ല. അതുകൊണ്ട് കുറച്ചപ്പുറത്തോട്ട് മാറിക്കിടന്നിരുന്ന ആ ഒരു 15 വയസ്സുള്ള പെൺകുട്ടി ഇതൊന്നും തന്നെ അറിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു രേഷ്മ മരിച്ചതിന് ശേഷം അടുത്തതായിട്ട് അയാൾ ചിന്തിച്ചത്, അയ്യോ ഇനിയിപ്പോൾ ബാക്കി 2 പിള്ളേരും കൂടെ ഉണ്ടല്ലോ, ഇവരിനി എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ രേഷ്മയെ എന്ത് ചെയ്തോ അത് തന്നെ അവരെയും ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലോട്ട് അയാൾ അവസാനം എത്തുകയാണ്. ആ 15 വയസ്സുള്ള പെൺകുട്ടിയും ഉറങ്ങിക്കിടക്കായിരുന്നു. അയാൾ ഇതേപോലെ തന്നെ തലയണ എടുത്തിട്ട് ആ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് വെച്ച് അമർത്തി ആ പെൺകുട്ടിയെയും കൊലപ്പെടുത്തുകയാണ്. പിന്നീട് ആ ഒരു 8 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെയും ഇതുപോലെ തന്നെ അയാൾ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം ഈ ബോഡിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആൾക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യുന്നുള്ളതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ആൾ ആലോചിച്ചപ്പോഴാണ് ആ ഒരു വേസ്റ്റും കാര്യങ്ങളും ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് ആൾക്ക് ഓർമ്മ വന്നത്. അവിടെ നിന്ന് കുറച്ച് അടുത്തായിരുന്നു. അങ്ങനെ ഓരോ ബോഡിയായിട്ട് ആൾ ആ ഒരു എന്താ പറയുക വേസ്റ്റ് ഡംപ് യാർഡിൽ കൊണ്ടുപോയിട്ട് അവിടെ കുഴി കുഴിച്ച് പല പല സ്ഥലങ്ങളിലായിട്ട് ആ ബോഡികൾ മറവ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ ഒരു ബോഡി ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരും തന്നെ കണ്ടെത്തില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു ആൾക്കുണ്ടായത്. എന്നാൽ ആൾ കരുതിയതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. പിറ്റേ ദിവസം ഇതേപോലെ തന്നെ കുപ്പിയും പാട്ടയൊക്കെ പറക്കാൻ വരുന്ന ആളുകൾ ആ ഒരു ഡംപ് യാർഡിൽ വന്നപ്പോൾ ഇതേപോലെ ആ ഒരു 15 വയസ്സുള്ള പെൺകുട്ടിയുടെ ബോഡി കാണായിരുന്നു. അവർ പോലീസിനെ അലേർട്ട് ചെയ്തു. പിന്നീട് പോലീസുകാർ ആ ഏരിയ കംപ്ലീറ്റ് സെർച്ച് ചെയ്തപ്പോൾ ബാക്കിയുള്ള 2 ബോഡിയും കൂടെ കണ്ടെത്തുകയാണ്. പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ ഇയാളിലേക്ക് പോലീസുകാർ എത്തുകയും ചെയ്തു. അവസാനം ഇയാളിപ്പോൾ ജയിലിലാവുകയും ചെയ്തു. ഈ ഒരു കേസും കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്നാണ് ഉത്തരാഖണ്ഡിലത്തെ പോലീസുകാർ ഈ ഒരു കേസ് സോൾവ് ചെയ്തിട്ടുണ്ടായത്. അതിന് അവർക്ക് പ്രത്യേക അപ്രീഷിയേഷനും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഹയർ ഓഫീസേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ IG ഈ ഓഫീസേഴ്സിന് 25,000 രൂപ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും കാര്യക്ഷമമായിട്ട് വളരെ പെട്ടെന്ന് ഈ ഒരു കേസ് സോൾവ് ചെയ്തതിന്. അതായത് ഈ ഒരു ട്രിപ്പിൾ മർഡർ കേസ് വളരെ പെട്ടെന്നായിരുന്നു അത്രയും കാര്യക്ഷമമായിട്ട് അന്വേഷിച്ചിട്ട് ആ പോലീസുകാർ സോൾവ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.